യു.എസിൽ സെനറ്റിന് പിന്നാലെ ജനപ്രതിനിധി സഭയിലും ഭൂരിപക്ഷം നേടി റിപ്പബ്ലിക്കൻ പാർട്ടി മുന്നേറുകയാണ്. അരിസോണ, കാലിഫോർണിയ എന്നിവിടങ്ങളിലെ വിജയത്തോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആകെ സീറ്റെണ്ണം ഇപ്പോൾ 218 ആയിരിക്കുകയാണ്. ഡെമോക്രാറ്റുകൾക്ക് 208 സീറ്റ് നേടാനായിട്ടുള്ളൂ. നേരത്തെ സെനറ്റിലും ഡെമോക്രാറ്റിക് പാർട്ടിയെ റിപ്പബ്ലിക്കൻ പാർട്ടി പിന്നിലാക്കിയിരുന്നു. ജനപ്രതിനിധി സഭയിലേക്ക് നേരിയ ഭൂരിപക്ഷമാണെങ്കിലും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ എതിർപ്പുകളില്ലാതെ നടപ്പാക്കാനുള്ള അവസരം ലഭിച്ചെന്നാണ് റിപ്പബ്ലിക്കൻ നേതാക്കളുടെ ഇപ്പോഴുള്ള വിലയിരുത്തൽ. അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ, നികുതി ഇളവ്, രാഷ്ട്രീയ ശത്രുക്കളെ ശിക്ഷിക്കൽ എന്നിവ അടക്കമുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള അനുകൂല സാഹചര്യമാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് ട്രംപിന്റെ സംഘടനയുടെ വിലയിരുത്തൽ. 2016 ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോഴും US കോൺഗ്രസിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഭൂരിപക്ഷമുണ്ടായിരുന്നു. എന്നാൽ ചില റിപ്പബ്ലിക്കൻ നേതാക്കൾ തന്നെ ട്രംപിനെതിരെ നിലപാടെടുത്തിരുന്നു. സുപ്രീം കോടതിയിലും ട്രംപ് അനുകൂല ജഡ്ജിമാർ കുറവായിരുന്നു. എന്നാൽ ഇത്തവണ ഈ ഘടകങ്ങളെല്ലാം ട്രംപിന് അനുകൂലമാണ്. സെനറ്റിൽ ഭൂരിപക്ഷത്തിന് ആവശ്യം 50 സീറ്റുകളാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി 53 സീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ 47 സീറ്റുകളും. ബുധനാഴ്ച രാവിലെ ക്യാപിറ്റോൾ ഹിൽ ഹോട്ടലിൽ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ജനപ്രതിനിധി സഭ അംഗങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം വാഷിംഗ്ടണിലെത്തിയത്. US അറ്റോർണി ജനറലായി തന്റെ വിശ്വസ്തനായ കോൺഗ്രസ് അംഗം മാറ്റ് ഗെയ്റ്റ്സിനെ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. ഏറെ അഭിമാനത്തോടെയാണ് ഫ്ലോറിഡയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം മാറ്റ് ഗെയ്റ്റ്സിനെ US അറ്റോർണി ജനറലായി നാമനിർദ്ദേശം ചെയ്തതെന്നും ട്രംപ് പറയുകയുണ്ടായി. നീതിന്യായ വകുപ്പിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിക്കും. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനും ക്രിമിനൽ സംഘങ്ങളെ തകർക്കാനും അമേരിക്കയിൽ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വസ്തത വീണ്ടെടുക്കാനും ഗെയ്റ്റ്സിനാകുമെന്നും ട്രംപ് പറയുകയുണ്ടായി. വില്യം ആൻഡ് മേരി കോളേജ് ഓഫ് ലോയയിൽ നിന്നാണ് 42-കാരനായ ഗെയ്റ്റ്സ് പഠനം പൂർത്തിയാക്കിയത്. എന്നാൽ ലൈംഗിക ആവശ്യങ്ങൾക്കായി 17-കാരിയെ കടത്തുകയും മയക്കുമരുന്ന് ഉപയോഗം എന്നീ ആരോപണങ്ങൾ ഗെയ്റ്റ്സിനെതിരെയുണ്ട്. ഇവയിൽ ജനപ്രതിനിധി സഭ എത്തിക്സ് കമ്മിറ്റിയുടെ അന്വേഷണവും അദ്ദേഹം നേരിട്ടിരുന്നു. അതേസമയം തന്നെ US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ സാമൂഹിക മാധ്യമമായ എക്സിൽ നിന്നും ഉപഭോക്താക്കളുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1.15 ലക്ഷത്തിലേറെ US ഉപഭോക്താക്കൾ എക്സ് ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. വെബ്സൈറ്റിൽ കയറി അക്കൗണ്ട് ഉപേക്ഷിച്ചവരുടെ കണക്കാണിത്. മൊബൈൽ ഉപഭോക്താക്കളുടെ കണക്കെടുത്തിട്ടില്ലെന്നാണ് ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ സിമിലർ വെബിനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തത്. ബ്ലൂസേ പോലെയുള്ള സമാന മാധ്യമങ്ങളിലേക്കാണ് ഉപഭോക്താക്കൾ ചേക്കേറുന്നത്. ട്രംപിന്റെ മുഖ്യ പ്രചാരകരിൽ ഒരാളും അദ്ദേഹം പുതുതായി ആരംഭിച്ച കാര്യക്ഷമതാ വകുപ്പിന്റെ സഹനേതാവുമായ ഇലോൺ മസ്ക്, എക്സിന്റെ ഉടമ. മസ്ക് ട്രംപിന്റെ പ്രചരണത്തിൽ സജീവമായതോടെയാണ് എക്സ് വിടുന്ന പ്രവണത കൂടിയത്. 90 ദിവസത്തിനിടെ ബ്ലൂസേ ഉപഭോക്താക്കളുടെ എണ്ണം 1.5 കോടിയായി. ഒരാഴ്ചക്കിടെ 10 ലക്ഷം പുതിയ ഉപഭോക്താക്കളെയാണ് ബ്ലൂസേക്ക് കിട്ടിയത്. അതേസമയം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും നിരവധി ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി ജനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് താല്പര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ഭരണം അവസാനിക്കുന്നത് വരെ അമേരിക്കയിൽ തിരിച്ചെത്തുന്നില്ല എന്നുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത്. ഏകദേശം 1 ലക്ഷത്തിൽ പരം ആളുകൾ ഇത്തരത്തിൽ യാത്രയ്ക്ക് തയ്യാറാകുകയാണെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് പുതിയ ടൂറിസ്റ്റ് പാക്കേജുകൾ അടക്കമാണ് ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണം ഇഷ്ടമില്ലാത്തവർ തിരഞ്ഞെടുക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.